കേരളത്തിലെ ഏറ്റവും വലിയ ആദിശങ്കര ശില്പങ്ങളിൽ ഒന്നിൻ്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായിട്ടുള്ള അനുജ്ഞ സമാരോഹണം തൃശൂർ വടക്കേമഠം ബ്രഹ്മസ്വം വേദപാഠശാലയിൽ ഭക്തിസാന്ദ്രമായി നടന്നു. കാഞ്ചി കാമകോടി പീഠാധിപതി ജഗദ്ഗുരു പൂജനീയ ശങ്കര വിജയേന്ദ്ര സരസ്വതി ശങ്കരാചാര്യ സ്വാമിയാർ അനുജ്ഞ സമാരോഹണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈദിക പണ്ഡിതരുടെ സാന്നിധ്യവും വേദ മന്ത്രോച്ചാരണവും ചടങ്ങിന് ആത്മീയ മഹാത്മ്യം പകർന്നു. ആദിശങ്കര ഭഗവത്പാദരുടെ ജീവിത ദർശനവും സന്ദേശവും വരും തലമുറകൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വടക്കേമഠം ബ്രഹ്മസ്വം വേദപാഠശാലയിൽ ഈ ബൃഹത് ശില്പം സ്ഥാപിച്ചത്. പ്രശസ്ത ശില്പി തിരുനാവായ രാധാകൃഷ്ണനാണ് ശില്പം നിർമ്മിച്ചത്. വേദപഠനശാലേൻ്റെ പ്രത്യേകതകൾ ലോകം മുഴുവൻ അറിയുന്നതാണല്ലോ. അവിടെ ഈ പുണ്യഭൂമിയിൽ നൂറ്റാണ്ടുകളായിട്ട് വേദം ഉച്ചരിക്കുന്ന ഈ ഭൂമിയിലൊരു ശ്രീ ശങ്കരാചാര്യ പ്രതിമ ചെയ്യാൻ പറ്റിയത് എൻ്റെ ജന്മം പുണ്യം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഏറ്റവും വലുതുകളിലൊന്നാണ്, അങ്ങനെയാണ് പറയണത്. പീഠ അടക്കം 15 അടിയാണ് ഇതിൻ്റെ ഹൈറ്റ്. വടക്കേമഠം ബ്രഹ്മസ്വത്തിന്റെ ഒരു അഭ്യുദയകാംക്ഷിയും ബംഗളൂരുവിൽ താമസിക്കുന്ന വ്യവസായിയുമായ ഒരു ഭക്തയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിശങ്കര ശില്പങ്ങളിൽ ഒന്നിന്റെ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ ചെലവും ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ശിലാരൂപങ്ങളായിട്ടുള്ളത് ഇല്ല. അപ്പോൾ അതും കേരളത്തിൽ എനിക്ക് തോന്നുന്നപ്പോൾ ഏറ്റവും വലുത് അല്ലെങ്കിൽ 1-2 സ്ഥാനം കിട്ടുന്ന അത്രയും വലിപ്പത്തിലുള്ള പ്രതിമയാണ് നമ്മളിവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. കേദാർനാഥ്, ബദ്രിനാഥ് അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കളറും എല്ലാം കൂടിയിട്ട് അതൊക്കെ നോക്കിയിട്ടാണ് അത് നിഷ്കർഷോട് കൂടിയിട്ട്. അപ്പം ഇത്തരം ഒരു പ്രതിമ അതെല്ലാം വളരെ സൂക്ഷിച്ചുകൊണ്ടാണ് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അനുജ്ഞാ സമാരോഹത്തിനു ശേഷം സ്വാമിയാർ വടക്കേമഠം ബ്രഹ്മസ്വം വേദപാഠശാല സന്ദർശിച്ചു. വേദവിദ്യാർത്ഥികളുമായി സ്നേഹപൂർവ്വം സമയം ചിലവഴിക്കുകയും അവരുടെ വേദപഠനം, അനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അനുഗ്രഹ പ്രഭാഷണത്തിൽ വേദസംരക്ഷണത്തിന്റെ പ്രാധാന്യവും സനാതനധർമ്മത്തിന്റെ മൂല്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. വടക്കേമഠം ബ്രഹ്മസ്വത്തിന്റെ ആത്മീയ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്ന ഈ ചടങ്ങ് ഭക്തിസാന്ദ്രവും ചരിത്ര പ്രാധാന്യവുമുള്ള ഒരവസരമായി മാറുകയായിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ.